എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെന്താ വെച്ചാൽ ഇന്ന് മീൻകറി ആണ് നമുക്ക് കാര്യമായിട്ട് നമ്മളൊരു സ്പെഷ്യൽ അതാണ് ഇന്ന് ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ ഈ തൂതായിക്കോറ എന്ന് പറയുന്ന മീൻ ഉണ്ടല്ലോ, ഒരു കഷ്ണം മീനായിട്ട് തന്നെയാണ്. അപ്പോൾ അതൊരു പാകത്തിന് വലിപ്പത്തിലുള്ളൊരു മീൻ വാങ്ങി അങ്ങനെ കഷ്ണം മുറിച്ച് വാങ്ങിയതാണ്, കഷ്ണങ്ങളാക്കിയതാണ്. അപ്പോൾ അത് പിന്നെ പിന്നെ നമുക്കിന്ന് ചിരങ്ങി വൻപയറും നമ്മളൊരു താളിക്കുമല്ലോ ഓലനൊക്കെ വെക്കുന്ന പോലെ അതുണ്ട്. അതാണ് ഇപ്പം ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വാങ്ങുന്ന ഇതാണ്. ഇതിപ്പോൾ തൂതായിക്കോറ, അതാണ് ഇപ്പോൾ ഇവിടേക്കൊക്കെ പറയുക ഇതിന് പേര്. അപ്പോൾ അത് അവിടെ തന്നെ കഷ്ണങ്ങളൊക്കെ ആക്കി കൊണ്ടുവന്നു. നമ്മൾ ഏകദേശം 1/2 കിലോ ഇല്ല, 400 ഗ്രാം ഞങ്ങൾക്ക് പാകമാണ്. ഒരൊറ്റ മീൻ വാങ്ങിയത് കഷ്ണാക്കിയതാണ്. പിന്നെ ഇപ്പോൾ അതിലേക്കുള്ള ചേരുവകൾ ഇതാ അതിവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതാ പുളി, നമ്മൾ സാധാരണ പുളി അത് ഒക്കെ പിഴിഞ്ഞ് പാരണം. സാധാരണ നമ്മൾ മസാലയായിട്ട്, മസാലക്കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്. ഇഞ്ചി നമുക്കൊന്ന് ചെറുതാക്കി നുറുക്കിയിടാം, അങ്ങനെ ചെയ്യുന്നത്. വെളുത്തുള്ളി പിന്നെ അരയ്ക്കാനുള്ളതാണ്. നമ്മൾ തേങ്ങയൊക്കെ ചിരകി അരയ്ക്കുമ്പോൾ അതിൽ കൂട്ടാം വെളുത്തുള്ളി. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി, 2 തക്കാളി എടുക്കുന്നുണ്ട്. പിന്നെ കറി വയ്ക്കുന്നതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ചേർക്കാം. പിന്നെ കറി വയ്ക്കൽ മാത്രമേ ഉള്ളൂ, വറക്കുന്നില്ല. പിന്നെ അതിലേക്ക് നമുക്ക് ഗരം മസാല ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി അതും ചേർക്കുന്നുണ്ട്. തേങ്ങ ചെറുകിയതുണ്ട്, പിന്നെ വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ ഉള്ളി. ഇതാണ് നമ്മൾ അരയ്ക്കുന്നത്. അതിലേക്ക് മസാലപ്പൊടി, അതായത് മല്ലിപ്പൊടി, അതും ചേർത്ത് അരച്ച് നമുക്ക് ഇനി അതും കൂടിയാണ് ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഉണ്ട്, ഉപ്പ് ചേർക്കുന്നുണ്ട്. അത് വേവിച്ചെടുക്കാം. ഒന്നുകൊണ്ട് വന്നാലേ എടുക്കാം. ഒരു കഷ്ണം എടുത്ത് നോക്കി ഒന്നുകൊണ്ട് പൊതിച്ചിട്ട് ഏകദേശം ഒക്കെ നോക്കുക. കഷ്ണങ്ങൾ ഒക്കെ വെന്ത് വരുന്നുണ്ട്, വെന്തിട്ടുണ്ട്. നമുക്ക് അതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ചെറുള്ളി വഴറ്റിയിടുന്നു. അങ്ങനെ മീൻകറി അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ അടുത്ത് നമുക്കിതാ വൻപയർ, അത് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്തതാണ്. ഈ വൻപയറും നമ്മൾ ചിരങ്ങ ഇപ്പോൾ കുറേ ആയി വാങ്ങിയിട്ട്, കുറേ ദിവസമായി. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ചിരങ്ങ. ഇതിപ്പോൾ നമ്മൾ ഓലൻ പോലെ തന്നെ വെള്ളരിക്കയുണ്ട്, കുമ്പളങ്ങ, മത്തൻ ഒക്കെ പയറിട്ട് വെക്കുമല്ലോ, അതുപോലെ ചിരങ്ങയുണ്ട്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് സാധാരണ പോലെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് ചിരങ്ങ, രസമാണ്.
അപ്പോൾ അതൊക്കെ കഴുകിയെടുത്തു. ഇനി നമുക്കത് നുറുക്കിയെടുക്കാം. പിന്നെ അങ്ങനെ അധികം വെള്ളത്തോടു കൂടി അല്ല നമ്മളിപ്പോൾ മീൻകറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം വെള്ളത്തോടു കൂടിയല്ല, കുറച്ച് കട്ടയായിട്ട് തന്നെ ഉണ്ടാക്കുക. വൻപയർ പിന്നെ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2-3 വിസിൽ കൂക്കിയാൽ പിന്നെ എടുക്കാം. വൻപയർ വേവിച്ചത് ആ ഒരു വെള്ളത്തോടു കൂടി തന്നെ ഒരു 3 വിസിലിന് ശേഷം അത് ഇനിയിപ്പോൾ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു വെള്ളത്തിൽ തന്നെ വേവുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് വേവിച്ചെടുക്കണം. അതിൽ പച്ചമുളക് നമ്മൾ അരിഞ്ഞിടുന്നുണ്ട്, പിന്നെ ഉപ്പ് അത് നമ്മൾ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതും ഇവിടെ വെന്ത് വരുന്നുണ്ട്. പിന്നെ എളുപ്പമുണ്ട്, പിന്നെ വൻപയർ വേവിച്ചതല്ലേ. അതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെന്തിട്ടുണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി കഴിക്കാൻ നേരത്ത് നല്ല വറ്റും അത്. അതും ഇവിടെ റെഡിയായി. നമ്മൾ പച്ച വെളിച്ചെണ്ണ തുളിച്ചു. അതിൽ നമ്മളെ പൊന്നൂട്ടൻ ഇവിടെ രാവിലെ മീൻ കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് മീൻകറി കൂട്ടിയുള്ളൊരു ഊണുണ്ട്. അപ്പോൾ അതിനിങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇവിടെ, അല്ലേ? അപ്പോൾ നമ്മൾ ഊണ് കഴിക്കായി. അപ്പോൾ നല്ല നടുവിലുള്ളൊരു മുള്ള തന്നെ അല്ലല്ലോ, അപ്പോൾ മുള്ളില്ലാത്തൊരു മീനാണ്. അങ്ങനെ അധികം മുള്ളില്ലല്ലോ മത്തീൻ്റെ പോലെ. പപ്പടം ഉണ്ട്, പിന്നെ കൊണ്ടാട്ട മുളക് വറുത്തതുണ്ട്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് നല്ല ഒരു മീൻകറി കൂട്ടിയുള്ള ഊണാണിന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.